സംസ്ഥാന വ്യാപകമായി സിപിഎം നടത്തുന്ന ഭൂസമരത്തിന് പിന്നിലെ ഇരട്ടത്താപ്പ് പുറത്തുവരുന്നു. എറണാകുളത്ത് സിപിഎം കുത്തിയിരിപ്പ് സമരം തുടരുന്ന കടമക്കുടിയിലെ 125 ഏക്കർ നെൽപ്പാടം ഇടത് സർക്കാരിന്റെ കാലത്താണ് കപിൽദേവിന്റെ കമ്പനിക്ക് കൈമാറിയതെന്ന് തെളിഞ്ഞു. 11 സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മെഡിസിറ്റി കമ്പനിയുടെ പേരിൽ നടത്തിയ പോക്കുവരവ് രേഖകൾ അടക്കമുള്ളവ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ഒരടിക്ക് രണ്ടടി തിരിച്ചു നൽകിക്കൊണ്ട് അതിനെ നേരിടാൻ തന്നെയാണ് ഭൂസമരവും അതിലെ ധീരരായ സഖാക്കളും നിശ്ചയിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ വേണ്ടപ്പെട്ടവരെയെല്ലാം അറിയിച്ചുകൊള്ളുന്നു. കടമക്കുടിയിലെ ചെറിയംതുരുത്തിൽ ഭൂസമരം ഉദ്ഘാടനം ചെയ്തത് VS അച്യുതാനന്ദനാണ്. മെഡിസിറ്റിയുടെ 152 ഏക്കറിൽ കൊടികുത്തി സമരത്തിനിരുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനും. ഈ തണ്ണീർത്തടം കപിൽദേവിനും കൂട്ടർക്കും വിട്ടുകൊടുക്കില്ലെന്നായിരുന്നു നേതാക്കൾ ആവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ ചെറിയംതുരുത്തിലെ 152 ഏക്കർ ഭൂമി ആരുടെ കാലത്താണ് കർഷകരിൽ നിന്നും മറിച്ചുവിറ്റത്? ആരാണ് തീരെഴുതിയത്? എന്നാണ് പോക്കുവരവ് നടത്തിയത്? ചെറിയംതുരുത്തിലെ സമരഭൂമിക്ക് നേരെ എതിർവശമാണ് കടമക്കുടി വില്ലേജ് ഓഫീസ്. സംശയം തീർക്കാൻ ഞങ്ങൾ ഇവിടെ എത്തി. രേഖകൾ ഒന്നൊന്നായി പരിശോധിച്ചു. സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെങ്കിൽ ഈ രേഖകൾ കൂടി കാണണം. മെഡിസിറ്റി പദ്ധതിക്കായി പോക്കുവരവ് നടത്തിയത് 125 ഏക്കർ. ഇടപാടുകളെല്ലാം നടന്നത് 2010 ഏപ്രിൽ മുതൽ 2011 മാർച്ച് വരെയുള്ള കാലത്ത്, അതായത് VS സർക്കാരിന്റെ അവസാന മാസങ്ങളിൽ. ഹെക്ടർ ഒന്നിന് 250 രൂപ നിരക്കിൽ നികുതിയും വാങ്ങിയിട്ടുണ്ട്. മെഡിസിറ്റി പദ്ധതിക്കായി കപിൽദേവിന്റെ കമ്പനി സർക്കാരിലേക്ക് സമർപ്പിച്ച സ്കെച്ചിന്റെ പകർപ്പും ഇതേ വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ഇതിനു മറുപടി പറയേണ്ടത് CPM നേതൃത്വമാണ്. തങ്ങൾ ഭരിക്കുമ്പോൾ 1000 കോടിയുടെ പദ്ധതിക്കായി നെൽപ്പാടം തീരെഴുതി കൊടുത്തിട്ട് ഒന്നും അറിഞ്ഞില്ലെന്ന് എങ്ങനെ പറയാനാകും? അതോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അണികളെ ഇളക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നോ CPMന് ഈ ഭൂസമരം? ക്യാമറാമാൻ റോണി ജോസഫിനൊപ്പം കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.